ഹലോ ഗൈസ്, നമ്മളിന്ന് ഇബൻ ബത്തൂത്ത മാൾ വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ജബലാലിയുടെ ബീഹാർ എന്നറിയപ്പെടുന്ന ഇടനാഴിയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ എവിടെ നോക്കിയാലും ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ്. നമ്മൾ ബസ്സിൻ്റെ ലോറിയുടെയൊക്കെ ഇടയിൽ കൂടെ വേണം മെട്രോ സ്റ്റേഷനിലോട്ട് പോകാൻ. വലിയ വലിയ ബസ്സും ലോറികളും എല്ലാം കൂട്ടത്തോടെ പാർക്ക് ചെയ്യുന്ന ഏക്കർ കണക്കിന് വരുന്നൊരു സ്ഥലമായിരുന്നു. അത്യാവശ്യം നല്ല വെയിലുണ്ട്. ഇങ്ങനെ വീണ്ടും കുറച്ച് ദൂരം കൂടി നടക്കാനുണ്ട്, ഒരു 500 മീറ്റർ. അപ്പോഴേക്കും ഒരു മെട്രോ പോകുന്നുണ്ട്. കുഴപ്പമില്ല, ഓരോ 3 മിനിറ്റിനകത്ത് വെച്ച് നമുക്ക് ഓരോ മെട്രോ വരും ഇവിടെ. അതുകൊണ്ട് ഭയങ്കര എളുപ്പമാണ്. എവിടെ പോകാനായാലും നമുക്ക് അധികം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ പ്ലാറ്റ്ഫോമിലെത്തി. മെട്രോ വന്നിട്ടില്ല. 1 മിനിറ്റ് ആയപ്പോഴേക്കും അടുത്ത മെട്രോ വന്നു. നമ്മുടെ തൊട്ടപ്പുറത്തു നിന്നാണ് മെട്രോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് സീറ്റ് കിട്ടുമെന്ന് വെച്ച് ഞാൻ പതിയെ കയറി. പക്ഷേ ഭാഗ്യത്തിന് എനിക്ക് വെച്ച് ബാക്കി എല്ലാവർക്കും സീറ്റ് കിട്ടി. പിന്നെ നിൽക്കല്ലെന്ന് വെച്ച് കുറച്ച് വീഡിയോ എടുക്കാമെന്ന് വെച്ച് വീഡിയോ എടുത്തുകൊണ്ടിരുന്ന് 2 സ്റ്റോപ്പ് കഴിഞ്ഞതും നമ്മൾ സ്റ്റേഷനെത്തി. അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ മാളിനുള്ളിലോട്ട് പോവുകയാണ്. മാളിനുള്ളിൽ കയറി ആദ്യം തന്നെ ഒരു വെറൈറ്റി സ്റ്റാച്യൂവും അതിന് ചുറ്റുവട്ടമൊക്കെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേകതരം ഒരു മാള് പോലെ തോന്നി. അവിടെ നമ്മൾ നേരെ പോയത് ആപ്പിളിൻ്റെ ഷോറൂമിലോട്ട്. അവിടെ പോയി ഫോൺ മോഡൽസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് അവിടെ തന്നെ വെച്ചിട്ട് നേരെ അടുത്ത സ്ഥലം കാണാൻ പോയി. അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഒരു ഭംഗിയുള്ളൊരു അടിപൊളി ഒരു സ്ഥലം കണ്ടു. നല്ല രസമുണ്ടായിരുന്നു അവിടെ നേരെ നമ്മൾ നടന്നുകൊണ്ടിരുന്നതും ഒരു ആകാശം. നമ്മൾ പെട്ടെന്ന് വിചാരിച്ച് പുറത്തെത്തിയെന്ന്. പക്ഷേ അങ്ങനെയല്ല, അതൊരു 3D പെയിൻറ്റിംഗ് ആണ് ആ റൂഫിൽ ചെയ്തേക്കുന്നത്. പെട്ടെന്ന് കണ്ടാൽ നമ്മൾ പുറത്തെത്തി ആകാശം ഒന്നേ തോന്നുള്ളൂ. അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഈജിപ്ഷ്യൻ തീമിലുള്ള ഒരു സ്ഥലത്തെത്തി. ഇവിടെ ഓരോ കൺട്രി വൈസ് തീം കൊടുത്തിട്ടുണ്ട് ആ മാളിനകത്ത്. നമ്മൾ അടുത്ത് പോകുന്ന ഇന്ത്യ കോർട്ടിലാണ്. അവിടെ നമ്മൾ ആനയുടെയും ആ ഒരു സെറ്റപ്പൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്, ഇന്ത്യയുടെ നമ്മുടെ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ചൈനയുടെ കോർട്ടിലോട്ടാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ളതിൽ ചൈനയുടെ കോർട്ടാണ് ഇത്തിരി വലുത്. അവിടെ ഒരു വലിയൊരു പഴയ മോഡൽ കപ്പലൊക്കെ ഉണ്ട്. മറ്റേ സാധനങ്ങൾ കൊണ്ടുവരുന്ന എണ്ണയൊക്കെ കൊണ്ടുവന്നുകൊണ്ടിരുന്ന പഴയ മോഡൽ വീപ്പ, വൈന് കൊണ്ടുവരുന്ന കുടങ്ങൾ, അതെല്ലാം ഉണ്ട്. ഒരു ചെറിയ വാട്ടർ ഫൗണ്ടെയിന്. ആ കപ്പൽ കാണാൻ തന്നെ ഒരു രക്ഷയില്ല. നല്ല ഒറിജിനൽ കപ്പലാണെന്നാണ് തോന്നുന്നത്. നല്ല വലിയൊരു ഗാലറി പോലെ തോന്നി. പിന്നെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അങ്ങനെ അവിടെ വരുന്ന എല്ലാവരും ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് ഈ ചൈന കോർട്ടിൽ തന്നെയാണ്. അങ്ങനെ നമ്മളതെല്ലാം കഴിഞ്ഞ് നേരെ പുറത്തോട്ടൊക്കെ ഇറങ്ങി ചായയും ഒരു ഷവർമയൊക്കെ കഴിച്ച് നേരെ റൂമിലോട്ടങ്ങ് വെച്ച് പിടിച്ച്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ ഗൈസ്.